ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടകം 1 എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ കർക്കിടക മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ ഇന്ന് ആടി മാസവും കൂടിയാണ്. ആടി മാസം ആരംഭമാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കർക്കിടകം 1, അതുപോലെ തന്നെ ആടി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, ആടി 1. അപ്പോൾ അങ്ങനെ കുറേ അധികം വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. പിന്നെ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ ഈ സമയത്ത് നല്ല കാറ്റുള്ളൊരു സമയമാണ് കേട്ടോ, ആടിക്കാറ്റെന്നൊക്കെ പറയും. നാട്ടിലാണെങ്കിൽ നല്ല മഴയായിരിക്കുമല്ലോ. ഇവിടെയും മഴ പെയ്യാറുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. ചൂടൊക്കെ മാറി ഇനി അങ്ങോട്ട് മഴയും തണുപ്പും ഒക്കെ തുടങ്ങുന്നൊരു സമയമാണ്. നമ്മൾ ഇവിടുത്തെ സ്ട്രീറ്റിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല രസമായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ടുള്ള ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ക്ഷേത്രത്തിലൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു. കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നോക്കി നിന്നു. രാവിലെ തന്നെ MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതമൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ സുപ്രഭാതം കേട്ടുകൊണ്ട് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിൻ്റെ കാരണം തന്നെ രാവിലെ എനിക്കിന്ന് പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഞാൻ ഇതുപോലെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഫ്രണ്ടിൽ കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയ കാരണം കൊണ്ട് തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചക്കർപ്പൂരവും കൂടി ഇട്ടിട്ട് വെള്ളം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ വെള്ളത്തിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകണം. ഒന്ന് ഉണങ്ങി കിട്ടിയാലാണ് കോലം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് കിച്ചണിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്തൊന്ന് വെക്കാമെന്ന് കരുതി. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊങ്കലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പൊങ്കലിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ബാക്കി പൂജാ കാര്യങ്ങളിലോട്ട് പോകാമെന്ന്. അപ്പോൾ ഈ 5 മണിക്ക് എനിക്ക് എഴുന്നേറ്റാലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നാമിക്ക് സ്കൂളും കൂടി ഉള്ള ദിവസമാണ്. പിന്നെ 6 to 7 തന്നെ ഞാൻ വിളക്ക് വെക്കും രാവിലെ. അപ്പോൾ മാക്സിമം പോയാൽ 7 മണി ആ ഒരു ടൈമിനുള്ളിൽ തന്നെ വെക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രം, അപൂർവമായിട്ടാണ് ചില ദിവസങ്ങളിൽ എനിക്ക് ടൈം മാറുമ്പോഴാണ് ഞാനിങ്ങനെ ലേറ്റ് ആവുന്ന 7:30 ആവും. ആമി സ്കൂളിൽ പോയതിന് ശേഷം ചില ദിവസങ്ങളിൽ വെക്കും. അങ്ങനെ ഞാൻ മാക്സിമം വെക്കാതിരിക്കാനേ നോക്കുള്ളൂ. പിന്നെ പൊങ്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുപയർ പരിപ്പും പച്ചരിയും വേണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 3/4 ഗ്ലാസ് പച്ചരിയും ബാക്കി 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ്. നമ്മൾ പരിപ്പ് കറി സദ്യക്കൊക്കെ വെക്കുന്ന പരിപ്പ് കറിയില്ല, അതാണ്. എല്ലാം കൂടി ചേർക്കുമ്പോൾ 1 ഗ്ലാസ് ആവും. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് നമ്മളൊന്ന് കുക്കറിലേക്ക് ഇടുവാണ്. ഇന്ന് ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ഈ പൊങ്കൽ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇതുപോലെ പച്ചരിയും ഈ പയറും ഒക്കെ നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് നെയ്യിൽ വഴറ്റിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ലോണം കഴുകി എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിലധികം വെള്ളം ഒഴിക്കണം. കാരണം ഇത് നല്ലോണം വെന്ത് കുഴഞ്ഞ് കിട്ടേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി നടുകെ കീറിയത്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടണം. ഒരുപാട് എരിവൊന്നും വേണ്ട പൊങ്കലിന്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 6-7 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. 6 വിസിലെങ്കിലുമൊക്കെ കേൾപ്പിച്ചാലാണ് നല്ലോണം വെന്ത് കിട്ടുള്ളൂ. ചിലപ്പോൾ ചില കുക്കറിന് 7 വിസിലൊക്കെ കേൾപ്പിക്കേണ്ടി വരും. ഞാൻ ഏകദേശം ഒരു 6-7 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചതിന് ശേഷം വെളിയിലോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ടൈം 6 മണിയായി. നോക്കി, ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ഇത്രയും കാര്യമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ സമയം ഒരുപാട് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ എനിക്കാണെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് തന്നെ രാവിലത്തെ കാര്യങ്ങൾ ചെയ്യണം. അതെനിക്ക് നിർബന്ധമാണ്. ഇങ്ങനെ വലിച്ചു വാരി വെപ്രാളം പിടിച്ച് ചെയ്യുന്നതൊന്നും എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിൽ റിലാക്സ്ഡ് ആയിട്ട് വേണം എനിക്ക് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജോലികൾ ചെയ്യാനാണ് ഇഷ്ടം? ധൃതി പിടിച്ചാണോ അടുക്കള പണി ചെയ്യുന്നത്, അതോ റിലാക്സ്ഡ് ആയിട്ടാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ ഇന്നത്തെ
ഇന്നത്തെ നമ്മുടെ കോലം എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേക്കണേ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു കളർ പൊടിയും കൂടി ഇട്ടിട്ട് കോലം ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ കളർ പൊടിയൊക്കെ യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഈ കോലത്തിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു യെല്ലോ കളറും ഒരു റെഡ് കളറും മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു ഡിസൈൻ വരച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ഒരു താമരയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടൊരു കോലമാണ് ഇന്നത്തെ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ മറക്കരുത്. പിന്നെ അതേ നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് 2 ലെമൺ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. ഒരു ലെമൺ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒന്നിൽ മഞ്ഞളും ഒന്നിൽ കുങ്കുമവും വെച്ചിട്ട് നമ്മുടെ വാതിൽ പടിക്കൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതൊക്കെ നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ടാണ്, വീടിനുള്ളിൽ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്ളോഗ് നമ്പർ 295 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾ വേണമെന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണേ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ 10-16ഓളം പോയിന്റ്സ് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, വിശ്വാസമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മഞ്ഞളും കുങ്കുമവും ഒക്കെ ഇങ്ങനെ നിറച്ച് വെക്കണമെന്ന് പറയും നമ്മുടെ പൂജാ റൂമിൽ. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, 38 വെള്ളിയും കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വിളക്ക് വെക്കുന്നത് വളരെ നല്ലതാണ്. വീട്ടിൽ കല്ലുപ്പ്, മഞ്ഞൾ ഇതൊക്കെ വീട്ടിൽ മേടിക്കുന്നത് നല്ലതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഓൾറെഡി കല്ലുപ്പും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും കുങ്കുമവും മഞ്ഞളും ഇങ്ങനെ നിറച്ച് വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തീർന്നു പോയിട്ടുള്ള ഉപ്പ് ഭരണി, ഈ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്നത്തെ ദിവസം ഫില്ല് ചെയ്ത് വെക്കണമെന്ന് പറയും. അപ്പം ഒരുപാട് സമൃദ്ധിയൊക്കെ ഉണ്ടാവുന്നതാണ് വിശ്വാസം. ഇതൊക്കെ വിശ്വാസങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മളാണെങ്കിൽ പൂജാ റൂമിൽ വന്നിട്ട് എല്ലാ ഫോട്ടോസും വിഗ്രഹങ്ങളും എല്ലാം ഒന്ന് നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം തലേ ദിവസം തന്നെ ഞാൻ റോസ് വാട്ടറൊക്കെ വെച്ചിട്ട് നല്ലോണം തുടച്ച് പൂജാ റൂം എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് മോപ്പ് ചെയ്ത് പച്ചക്കർപ്പൂരവും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടാണ് വീടൊക്കെ മോപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പൂജാ റൂമും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ പൂജാ റൂമിൽ ഇരിക്കുന്ന ഫോട്ടോസും വിഗ്രഹങ്ങളും എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചിട്ട് മഞ്ഞളും കുങ്കുമവും ഒക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കൂടിപ്പോയാൽ ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരാഴ്ചയ്ക്കൊക്കെ അനുസരിച്ച് മാറ്റും കേട്ടോ ഈ പൊട്ടുകളൊക്കെ. പിന്നെ 1-ാം തീയതി അന്ന് ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മളുടെ അടുത്താണെങ്കിൽ റീസെൻ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള ഒരു പൂജാ ഗീ ഉണ്ട്. ഇത് പൂജയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നെയ്യാണ് കേട്ടോ. ഞാനാണെങ്കിൽ മുന്നേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആശീർവാദിൻ്റെ നെയ്യാണ് മേടിച്ച് പൂജയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല യൂസ് ചെയ്യേണ്ടത്. ഈ പൂജ നെയ്യെന്ന് പറഞ്ഞിട്ട് മേടിക്കാനായിട്ട് ഓൺലൈനിൽ കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു പെരുമാൾ ക്ഷേത്രത്തിലെ അവിടുത്തെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇന്ന് നെയ് വിളക്ക് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാമാക്ഷി വിളക്കും വെക്കുന്നുണ്ട്. അപ്പോൾ 5 തിരിയിട്ട വിളക്ക് വെച്ചാലും നല്ലതാണ്. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു കാമാക്ഷി വിളക്ക് വെക്കുന്നത്. പിന്നെ നെയ്വിളക്കിൽ വെച്ചേക്കുന്ന തിരി കണ്ടില്ലേ, ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇതേ സെയിം സംഭവം മീഷോയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിലുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ നെയ്വിളക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഗുണ്ട് പൂത്തിരി എന്ന് പറയും. നമ്മുടെ ഈ മുല്ലമുട്ട് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. പൂത്തിരി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും. അതുമല്ല കുറേ നേരം നിന്ന് കത്തുകയും ചെയ്യും. മറ്റേതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിന്തിരിയായി പോകുമല്ലോ. പക്ഷേ ഇത് അങ്ങനെ വരത്തില്ല കേട്ടോ. ആ നെയ്യ് മൊത്തം തീരുന്നത് വരെ അങ്ങനെ നിന്ന് കത്തിക്കോളും. പിന്നെ ഞാനാണെങ്കിൽ 2 വിളക്കിലും കുറച്ച് ജവ്വാദ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ജവ്വാദ് പൗഡറും പച്ചക്കർപ്പൂരവും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു നുള്ളിട്ടാൽ മതി. പച്ചക്കർപ്പൂരവും ജവ്വാദ് പൗഡറും കൂടി ഇടുവാണെങ്കിൽ നല്ല വിശേഷമാണെന്ന് പറയും. നല്ലതാണ് കേട്ടോ, നല്ല സ്മെല്ലുമാണ്. വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ കുറച്ച് ഈ ജവ്വാദ് പൗഡറും പച്ചക്കർപ്പൂരവും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ എല്ലാം ഒരുക്കി പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ, വ്യാഴം വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ പൂക്കളൊക്കെ വെച്ച് അലങ്കാരം ചെയ്തിട്ട് തന്നെയാണ് വിളക്ക് വെക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കാമാക്ഷി വിളക്കിൽ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ നെയ് വിളക്ക് അതെല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ വിളക്ക് വെച്ചുകൊണ്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ കാമാക്ഷി വിളക്കെന്ന് പറയുന്നത്, ഇതിൽ കാമാക്ഷി ദേവിയുടെ ഫോട്ടോ, ഇതിൽ വിഗ്രഹത്തിന്റെ കൂടെ തന്നെ കരിമ്പിന്റെ സിമ്പൽ കാണും. പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് മേടിക്കുന്നത് ഗജലക്ഷ്മി വിളക്കിന്
വിളക്കിനെയാണ് കാമാക്ഷി വിളക്കെന്ന് പറഞ്ഞ് മേടിക്കുന്നതെന്ന് പറയും. കാരണം ഗജലക്ഷ്മി വിളക്കെന്ന് പറയുമ്പോൾ ദേവിയുടെ 2 സൈഡിലായിട്ട് 2 ഗജമാണ് ഇരിക്കുന്നത്, അതായത് ആനകളിരിക്കും. അതാണ് ഗജലക്ഷ്മി വിളക്ക്. നിങ്ങൾ കാമാക്ഷി വിളക്കാണ് മേടിക്കുന്നതെങ്കിൽ ദേവിയുടെ കയ്യിൽ കരിമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാണ് കാമാക്ഷി വിളക്ക്. പിന്നെ അതേ നമ്മുടെ രാമായണമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ രാവിലെ രാമായണം വായിക്കുന്ന സമയം കിട്ടത്തില്ല, വൈകുന്നേരവും ഞാൻ വായിക്കില്ല, ഞാൻ ഇതുവരെയും വായിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. നാട്ടിലെ അമ്മയൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പൂജയൊക്കെ സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ പൊങ്കലൊക്കെ റെഡിയായി. പൊങ്കലിനുള്ള ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് വെന്ത് കിട്ടണം, ഞാനിപ്പോൾ കാണിച്ചില്ലേ അതുപോലെ വേവണം. പിന്നെ നമ്മളുടെ അടുത്ത് നെയ്യ് ഹോം മെയ്ഡ് ഗീ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് മറ്റേ പൂജാ ഗീ മേടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയോര കച്ചവടം നടത്തുന്ന ഒരു അപ്പാപ്പനും അമ്മാമ്മയും വിൽക്കുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് മേടിച്ചതാണ് ആ നെയ്യ്. അപ്പോൾ അത് മേടിച്ചിട്ട് തന്നെ 2-3 മാസമായി, ഇതുവരെയും തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പൊങ്കലിൽ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകം, കുരുമുളക്, കറിവേപ്പില, പിന്നെ ഒരു നുള്ളു കായവും കൂടി ചേർത്തിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്ത് വേണം ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ഇപ്പം നട്ട്സ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പൊങ്കൽ ഇരിക്കേണ്ടത്. ഉടനെ തന്നെ എടുത്തത് ഹോട്ട് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇനി അത് നല്ലോണം കട്ടി പിടിച്ച് പോകും കേട്ടോ, പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന പൊങ്കൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഞാനിതൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് ഈ പൊങ്കലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം കുറേ ഫ്ലോപ്പായി. ആദ്യമൊന്നും അരിയും പയറും ഒന്നും വേവാതെയൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ പരീക്ഷിച്ച് കുറേ 1 വർഷത്തിന് മേലെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി തുടങ്ങിയൊരു പലഹാരമാണത്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണത്. പിന്നെ ഇടയിൽ നമ്മുടെ കെറ്റിൽ ഒന്നെടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേ നാളായി ഈ കെറ്റിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്നെടുത്തതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് വെള്ളം തിളപ്പിക്കാണ്ട് വെച്ചിട്ടുണ്ട്. അണ്ടർ ഷെഫിൻ്റെ കമ്പനിയാണ്, അതാണെങ്കിൽ കുറച്ച് ഹൈറ്റിൽ വെച്ചാലാണ് പ്ലഗ് പിന്നിൽ കറക്റ്റായിട്ട് കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നെ അത് എൻ്റെ അടുത്ത് എഗ് പ്ലാന്റ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രിഞ്ചാൾ റൈസാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എഗ് പ്ലാന്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട്. ഒരു സൈഡിൽ ഞാനാണെങ്കിൽ നമുക്ക് പൊങ്കലിൻ്റെ സൈഡ് ഡിഷിന് വേണ്ടുന്ന സാമ്പാർ, ടിഫിൻ സാമ്പാറാണ് നമ്മൾ വെക്കുന്നത്, സാധാരണ സാമ്പാറല്ല കേട്ടോ. അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കർ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ കേൾപ്പിക്കുമ്പോൾ തന്നെ പരിപ്പൊന്ന് വെന്ത് കിട്ടും. ഇതിനിടയിൽ തന്നെ ഞാൻ വന്നിട്ട് നമ്മൾ ഈ ആടിമാസം തുടങ്ങുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വേപ്പില കെട്ടണമെന്ന് പറയും. വേപ്പിലയും അതുപോലെ തന്നെ മാവിലയൊക്കെ കെട്ടുന്നത് നല്ലതാണെന്ന് പറയും. അപ്പോൾ നമുക്ക് ഇന്ന് മാവില കിട്ടിയിട്ടില്ല. ഞങ്ങളിത് ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ, സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. പൂക്കളൊക്കെ തലേ ദിവസമേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ മാവില മാത്രം കിട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലും വേപ്പില എന്തെങ്കിലും കെട്ടി വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ്. ഇതിങ്ങനെ വെക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ സയൻറ്റിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഈ അണുക്കളും കാര്യങ്ങളൊന്നും വീട്ടിൽ വരത്തില്ല, പിന്നെ വൈറസ് പോലുള്ള കാര്യങ്ങളൊന്നും വരില്ല, ഹെൽത്തിന് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പോക്സ് ഒക്കെ വരുന്ന ഒരു ടൈമാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് വൈസ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ വേപ്പിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു കേട്ടോ, പക്ഷേ ഹസ്ബൻഡ് എണീറ്റ് താഴെ പോയി എടുത്തുകൊണ്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, അതാണ്. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ എല്ലാ പാത്രങ്ങളും ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വെക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആമിക്കാണെങ്കിൽ 8 മണിയാകുമ്പോൾ സ്കൂൾ ബസ് വരും. 7:30 അവളെ ഇവിടെ നിന്ന് റെഡിയാക്കി നിർത്തണം, എന്നാലാണ് സമാധാനത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ മോർണിംഗ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിയാ സീഡാണ് കേട്ടോ കുടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തബ്ഷീറ എന്നാണ് ആളുടെ പേര്, എൻ്റെ ഫുഡ് റുട്ടീൻ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഫുഡ്
ഫുഡ് റൊട്ടീനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഒരു ഫുഡ് റൊട്ടീൻ കൃത്യമായിട്ട് കാണിക്കത്തക്ക രീതിയിലൊന്നും തന്നെയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും, പിന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് അങ്ങനെ അധികം കഴിക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ ചായയൊക്കെ ഇട്ട് കുടിക്കാറുള്ളൂ. പിന്നെ നൈറ്റ് ഡിന്നറിന് ചപ്പാത്തിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. കാണിക്കാനും വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാനത് കമൻറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് എന്തെങ്കിലും ഞാനിങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചിയ സീഡിൻ്റെ വാട്ടറാണ് കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കത് പറഞ്ഞു തരാനും അറിയത്തില്ല. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും വണ്ണം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യും. എൻ്റെ ശരീരം ആഹാരം കൺട്രോൾ ചെയ്താൽ വണ്ണം കുറയുന്നൊരു ബോഡി ടൈപ്പാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് വണ്ണം കുറയ്ക്കണമെന്ന് തോന്നിയാൽ ആഹാരത്തിൽ ഞാൻ നിയന്ത്രണം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ പൊട്ടുകടല വെച്ചിട്ടുള്ള നമ്മുടെ ചട്നി തയ്യാറാക്കുന്നുണ്ട്. അത് പൊങ്കലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. തേങ്ങയും 1-2 ചെറിയ ഉള്ളിയും പച്ചമുളകും പൊട്ടുകടല 1 സ്പൂണോളം എടുത്താൽ മതി. എല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അതിലൊന്ന് താളിപ്പും കൂടി ചേർത്താൽ നല്ലതാണ്. എനിക്കിപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ താളിപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇടയിൽ തന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാർത്തിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പും വെന്ത് വന്നു 3 വിസിൽ കേൾപ്പിച്ചപ്പോൾ. പിന്നെ ടിഫിൻ സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചക്കറികൾ ചേർക്കേണ്ട കാര്യമില്ല. സാധാരണ എപ്പോഴും ചെറിയൊരു സവോളയും ഒരു തക്കാളിയും മാത്രമാണ് ചേർക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഒരു കത്തിരിക്കയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. ഇതിനിടയിൽ തന്നെ ആമിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അവൾക്ക് സാമ്പാർ പൊങ്കലിൻ്റെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് ഈ ചമ്മന്തി മാത്രം ഇഷ്ടമുള്ളൂ. അപ്പോൾ അത് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രിഞ്ചാൾ റൈസ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. ഒരു ദിവസം വൈകുന്നേരം ആമി സ്കൂൾ വിട്ട് വന്നപ്പോൾ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന ബ്രിഞ്ചാളിൻ്റെ കുറച്ച് ഫ്രൈ പോലത്തെ ഒരു സംഭവം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചോറിൽ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി സക്സസ് ആയി. ഞാൻ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണിത്, ബ്രിഞ്ചാൾ റൈസ്. ഒന്നുമില്ല, സിമ്പിളാണ്. ആദ്യം പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയൊരു സവാള ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനൊരു ചെറിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താൽ മതിയേ. അതിനുശേഷം നമ്മൾ ബ്രിഞ്ചാൾ ഉണ്ടല്ലോ, എഗ് പ്ലാന്റ് ആണ് നല്ലത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് സാധാരണ ബ്രിഞ്ചാൾ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടോ നീളത്തിനൊക്കെ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളായിട്ട് 2 സാധനങ്ങളെ ചേർക്കുന്നുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുഴമ്പ് മുളക് പൊടി ഉണ്ടല്ലോ, ആച്ചിയുടെ കുഴമ്പ് മുളക് പൊടി ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ഫ്ലിപ്കാർട്ടിലുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുഴമ്പ് മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ. അതൊരു സൈഡിൽ വേവുന്നതിനിടയിൽ തന്നെ നമുക്ക് സൈഡിൽ നമ്മുടെ മോർണിംഗ് ഡ്രിങ്കും കൂടി റെഡിയാക്കാം. അപ്പോൾ അതേ കുറച്ച് ലെമൺ ജ്യൂസും അതുപോലെ ഹണിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ചിയ സീഡിൻ്റെ വാട്ടർ കുടിക്കുന്നത്. അപ്പോൾ അതൊരു സൈഡിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ പോയി ബ്രിഞ്ചാൾ ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുഴച്ചെടുക്കണമെങ്കിൽ ബ്രിഞ്ചാൾ നിങ്ങൾക്ക് നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പീസുകളായിട്ട് കിട്ടുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടുകൂടി കഴിക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി. അത് ചേർത്താൽ ഇനിയും ടേസ്റ്റ് നല്ല എൻഹാൻസ് ആവും. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. അതൊരു പ്രത്യേക രുചിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഓയിൽ എടുക്കുക കേട്ടോ. നല്ലെണ്ണയൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സാലഡോ പപ്പടോ ഒക്കെ വെച്ച് കഴിക്കാം. ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആമിക്ക് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ അവളുടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് അവളെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ട് നമ്മുടെ ഉരുളിയിൽ പൂക്കൾ വയ്ക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ലേറ്റായി പോയതാണ്. അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ജവ്വാദ് പൗഡറും പച്ചക്കർപ്പൂരും ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇത്തവണയും പൂക്കൾ വെച്ചേക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും വീടിനുള്ളിൽ. കുറേ നാൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പൂക്കൾ.
അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ കാണാനായിട്ട്. ഞാനിത് ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിന് ഒരു ഭംഗി കൂടാനും ഒരു പോസിറ്റിവിറ്റി ഒക്കെ വരാനും ഒക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. കഴിഞ്ഞ ദിവസം എന്നോട് അനഘ ദേവുവാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പീരീഡ് സമയത്ത് വിളക്ക് എത്തിക്കാറുണ്ടോ എന്ന്. 7 ദിവസം ഞാൻ വിളക്ക് വെക്കില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റാത്ത ദിവസങ്ങളിൽ ഹസ്ബൻഡിനെ കൊണ്ട് വിളക്ക് വെപ്പിക്കുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും വയ്യായികപ്പാനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഹസ്ബൻഡിനോട് വെക്കാൻ പറയും കേട്ടോ. അല്ലാതെ പീരീഡ്സ് സമയത്ത് വീട്ടിൽ വിളക്ക് വെക്കാറില്ല. മുന്നേയൊക്കെ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് വെപ്പിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് എന്തോ അങ്ങനെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം തോന്നാറില്ല. വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്ത് മോപ്പ് ചെയ്തെടുത്ത് വീണ്ടും പൂജാ റൂം ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ വിളക്ക് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇടയിൽ തന്നെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിന്ന് സാമ്പാർ വെച്ചേക്കുന്നത് കുക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമ്പാർ പൗഡർ യൂസ് ചെയ്തിട്ടാണ്. കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനിടയിൽ തന്നെ ആമി സ്കൂളിൽ ഹസ്ബൻഡ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോകാമെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. കാരണം ഈ ഒരു വീഡിയോയിൽ ഇനിയിപ്പോൾ ലെങ്ത് കൂടി പോകും കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കുള്ളൂ അടുത്ത വ്ളോഗ്. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് വന്നിട്ട് പാത്രം എല്ലാം കഴുകി എല്ലാം റെഡിയാക്കി കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാൻ പോവാണേ. അപ്പോൾ എവിടെയാണ് പോയത്, ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ബുധനാഴ്ച വരുന്ന വ്ളോഗിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ 8:30 ആയപ്പോൾ തന്നെ നമ്മുടെ പണികളെല്ലാം തീർത്ത് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. ആമി വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ വിട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ടൈം ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനാണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കി വീട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ടേ പോവുള്ളൂ. കാരണം തിരിച്ച് വരുമ്പോൾ ഏതവസ്ഥയിലാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, നല്ല ടയേർഡ് ആവുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെപ്പോലെ തന്നെയാണ്, പുറത്ത് പോകുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ പോവുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ കിച്ചണൊക്കെ സെറ്റാണ്, എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ക്ഷേത്രത്തിൽ പോകുന്നതേ. അപ്പോൾ 8:30 ആയപ്പോൾ തന്നെ നമ്മുടെ പണികളെല്ലാം തീർത്ത് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. ആമി വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ വിട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ടൈം ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.